ജ്യോതിഷ ഹസ്തരേഖ സംബന്ധമായ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പറയാൻ പോകുന്നത് വിഷുവിന് മുമ്പ് ദിവസവും ഞാനീ പറയുന്ന ഒരു കാര്യം മറക്കാതെ നിങ്ങൾ ചെയ്താൽ ഒരു കൊല്ലത്തേക്ക് ഭഗവാന്റെ പരമമായ അനുഗ്രഹം ഉണ്ടാകും. ഭഗവാൻ നിങ്ങളുടെ എല്ലാ ദുരിതവും മാറ്റിത്തരും. ഭഗവാൻ നിങ്ങൾക്ക് എല്ലാം തരും. സമ്പത്തും ഐശ്വര്യവും ഉയർച്ചയും സർവ്വ അനുഗ്രഹങ്ങളും തരുമെന്നുള്ളതാണ്. വിഷുവിന് മുമ്പ് ദിവസവും ഈ പറയുന്ന ഒരു കാര്യം ചെയ്യണം. നിങ്ങൾ ചെയ്തു നോക്കുക, ലളിതമായ കാര്യമാണ്. അതോടൊപ്പം 4 കാര്യങ്ങൾ വിഷുവിന് മുമ്പായിട്ട് ചെയ്യണം. അത് ചെയ്തവരുടെ എല്ലാം ജീവിതം മാറിയിട്ടുണ്ട്. എല്ലാ വർഷവും വിഷു വരുന്നുണ്ട്, നമ്മൾ പലതും ചെയ്യുന്നുണ്ട്. ജീവിതത്തിൽ ചെറിയ ചെറിയ കാര്യങ്ങൾ മാറ്റങ്ങൾ ഉണ്ടാകുന്നതിനുപരി ഭഗവാന്റെ പരമമായ അനുഗ്രഹം വലിയ മാറ്റങ്ങളിലേക്ക് വരുന്നില്ല. അത് എന്തുകൊണ്ടാണെന്നറിയോ? 4 കാര്യങ്ങൾ വിഷുവിന് മുമ്പ് ചെയ്യണം. അത് ചെയ്യുമ്പോഴാണ് ഭഗവാന്റെ ആ ഏറ്റവും വലിയ അനുഗ്രഹങ്ങൾ നമ്മളിലേക്ക് വരുന്നത്. നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ ഭഗവാന്റെ ആ വലിയ അനുഗ്രഹം നമുക്ക് ഒരു തവണയെങ്കിലും നമ്മുടെ ജീവിതത്തിലേക്ക്, ഒരു വിഷുവിനെങ്കിലും നമുക്കിലേക്ക് എത്താൻ വേണ്ടി നമ്മൾ ഈ 4 കാര്യങ്ങൾ വിഷുവിന് മുമ്പ് ചെയ്യണം. ഭഗവാന്റെ പരമമായ അനുഗ്രഹം ലഭിക്കും. ഭഗവാൻ ഒരു നിമിഷം കൊണ്ട് കുചേലനെ കുബേരനാക്കിയ പോലെ നിങ്ങളുടെ ജീവിതത്തിലും അത്ഭുതങ്ങൾ പ്രവർത്തിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഞാൻ ആ 4 കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇത് മുഴുവൻ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് വേറെ ഇതുപോലെ ആരും പറഞ്ഞു തരികയല്ല. അപ്പൊ അത് നിങ്ങളുടെ എല്ലാ ജീവിതത്തിൽ പ്രയോജനം ഉണ്ടാകട്ടെ. ആരും പറഞ്ഞു തരാത്ത കാര്യങ്ങളാണ് ആ 4 കാര്യങ്ങളുടെ രഹസ്യങ്ങൾ. അത് ഞാൻ വഴിയെ പറഞ്ഞുതരാം. ഇത് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും ജീവിതം മാറ്റുന്ന ഒരു വിഷു ആയിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഭഗവാന്റെ തന്നെ പാദങ്ങൾ സ്മരിച്ചുകൊണ്ട് ഞാനെല്ലാം വിശദമായിട്ട് പറഞ്ഞുതരാം. അതോടൊപ്പം നിങ്ങൾക്ക് ഞാൻ ഹസ്തരേഖ, സംഖ്യ, ജ്യോതിഷം, ഗ്രഹനില ഇതൊക്കെയാണ് വിശകലനം ചെയ്യാൻ താല്പര്യമുള്ളൊരു വാട്സപ്പ് ഇടുക. ഫ്രീ ആകുമ്പോൾ ഞാൻ റിപ്ലൈ തരും. എല്ലാവർക്കും റിപ്ലൈ തരാൻ പറ്റത്തില്ല, പറ്റുന്നവർക്ക് റിപ്ലൈ തരും. ചെയ്യുന്ന രീതി പറയും, നല്ല കാര്യങ്ങൾ മാത്രമേ പറയാറുള്ളൂ. അത് കേട്ടിട്ട് ആവശ്യമുണ്ട് ചെയ്യാം, അല്ലെ ചെയ്യാതിരിക്കാം. ഫോൺ വിളിച്ചാൽ കിട്ടത്തില്ല, നേരിട്ട് വന്നാലും നോക്കാൻ പറ്റത്തില്ല. കാരണം വാട്സപ്പിലെ വർക്ക് തന്നെ സമയത്തിന് തീരുന്നില്ല. അതുകൊണ്ടാണ്. ഇതാണ് സാഹചര്യം. ഇനിയും വീഡിയോയിലേക്ക് വരികയാണ്. എല്ലാവരും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. ഞാൻ വിശദമായിട്ട് പറഞ്ഞുതരാം. വിഷുവിന് മുമ്പ് ദിവസവും ചെയ്യേണ്ട ഒരു കാര്യമാണ് പറഞ്ഞു തരാൻ പോകുന്നത്. നമ്മൾ വിഷു ഏപ്രിൽ 15 നമുക്കറിയാം. ഇപ്പം വിഷുവിന് മുമ്പായിട്ട് ദിവസവും നിങ്ങൾ മുഴുവൻ കേട്ടിട്ടേ ചെയ്യാവുള്ളൂ കേട്ടോ. ഒരു നാണയം 5 രൂപയോ 1 രൂപയോ 2 രൂപയോ എത്ര ആയിക്കോട്ടെ, രാവിലെ സൂര്യോദയത്തിന് മുമ്പ് ഒരു 6:30 മുമ്പായിട്ട് ഒരു നാണയം എടുത്ത്, ഒറ്റ നാണയം മതി, 2 രൂപയോ 1 രൂപയോ 5 രൂപയോ എത്ര ആയിക്കോട്ടെ, ഒരു നാണയം എടുത്ത് ആ നാണയം നിങ്ങൾ നിങ്ങളുടെ ഇടത് കൈയിൽ പിടിച്ച് കിഴക്കോട്ട് തിരിഞ്ഞു നിന്ന്, അതിനു മുമ്പ് കൈയും കാലും മുഖവും നനയ്ക്കണം. എന്നിട്ട് ഇടത് കൈയിൽ പിടിച്ച് കിഴക്കോട്ട് തിരിഞ്ഞു നിന്ന് ഇടത് മൂക്കിനുള്ളിൽ ശ്വാസത്തെ മനസ്സുകൊണ്ട് ശ്രദ്ധിച്ച് ഗോവിന്ദ എനിക്ക് സമ്പത്തും ഐശ്വര്യം നൽകണേ, ഈ നാണയം ഭഗവാന്റെ പാദത്തിൽ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഗോവിന്ദ എനിക്ക് ധനവും സമ്പത്തും ഐശ്വര്യവും നൽകണേ എന്ന് മനസ്സുകൊണ്ട് പറയുക. അപ്പം വലതുമൂക്ക് ഇടതുമൂക്ക് രണ്ടും തുറന്ന് പിടിക്കുക. രണ്ടിലൂടെ സാധാരണ പോലെ ശ്വാസം എടുക്കുകയും വിടുകയും ചെയ്യുക. ഇത് നിങ്ങൾ ഒരു 6:30 മുമ്പായിട്ട്, 6:30 കഴിഞ്ഞ് ചെയ്താലും ഫലമുണ്ടാകും, അതിൽ കുഴപ്പമൊന്നുമില്ല. എങ്കിലും പറ്റുന്ന ഒരു 6:30 മുമ്പായിട്ട് ചെയ്യുക. ഒരു നാണയം കയ്യിൽ പിടിച്ച് കിഴക്കോട്ട് തിരിഞ്ഞു നിന്ന് ഒന്ന് കൈയും കാലും മുഖം കഴുകിയിട്ട് വേണം. അതായത് നിങ്ങളുടെ പ്രാർത്ഥിക്കുന്ന സ്ഥലത്ത് നിന്ന് ചെയ്താൽ മതി. വീടിനുള്ളിൽ കിഴക്കോട്ട് തിരിഞ്ഞു നിന്ന് ഇടത് കയ്യിൽ ഒരു നാണയം പിടിച്ച് ഇടത് മൂക്കിനുള്ള ശ്വാസത്തെ മനസ്സുകൊണ്ട് ശ്രദ്ധിച്ച് ഇടതുകാലം മുന്നോട്ട് വെച്ച് ഗോവിന്ദ എനിക്ക് ഈ നാണയം ഭഗവാന്റെ പാദങ്ങളിൽ സമർപ്പിക്കുന്നു, എനിക്ക് സമ്പത്തും ഐശ്വര്യവും ജീവിതം മുഴുവൻ നൽകണേ ഗോവിന്ദ എന്ന് മാത്രം മനസ്സുകൊണ്ട് പറയുക. ഇടതുമൂക്കിനുള്ള ശ്വാസത്തെ ശ്രദ്ധിച്ച് 2 മൂക്കും തുറന്ന് പിടിക്കുക. സാധാരണ പോലെ ശ്വാസം എടുക്കുക വിടുക ഒക്കെ ചെയ്യാനും കുഴപ്പമില്ല. തീർന്നില്ല. ഇത് രാവിലെ ചെയ്യുക. പിന്നെ ഞാൻ ഈ പറയുന്ന പ്രത്യേക സമയങ്ങളിൽ ഇടത് മൂക്കിനുള്ളിലെ ശ്വാസത്തെ മനസ്സുകൊണ്ട് ശ്രദ്ധിച്ച് ഗോവിന്ദ എനിക്ക് സമ്പത്ത് നൽകണേ എന്ന് മാത്രം പറയുക. അവിടെ ഇടതുകാലൊന്നും മുന്നോട്ട് വയ്ക്കേണ്ട, നാണയവും കൈ പിടിക്കേണ്ട, അത്ര മാത്രം ചെയ്യുക. അത് രാവിലെ 8 മണി, 8 AM, രാവിലെ 8 മണി, 9 മണി, 11 മണി, 1 മണി, 3 മണി, 5 മണി, 7 മണി, 9 മണി. അതായത് ഉച്ച കഴിഞ്ഞ, ഉച്ചയ്ക്ക് മുമ്പ് ഉച്ച കഴിഞ്ഞു. അതായത് രാവിലെ 8 മണി, രാവിലെ 9 മണി, രാവിലെ 11 മണി, പിന്നെ ഉച്ച കഴിഞ്ഞ് 1 മണി, 3 മണി, 5 മണി, 7 മണി, 9 മണി. ഈ സമയങ്ങളിൽ നിങ്ങൾ എവിടെ ഇരുന്നാണേലും, നിങ്ങൾ ഇരുന്നുകൊണ്ടാണെങ്കിൽ ഇടതുകാലം മുന്നോട്ട് വെക്കണ്ട, നിന്നുകൊണ്ടാണെങ്കിൽ ഇടതുകാലം മുന്നോട്ട് വെക്കാം. ഇടതുമുക്കിനുള്ളിൽ ശ്വാസത്തെ മനസ്സുകൊണ്ട് ശ്രദ്ധിച്ച്
ശ്വാസം എടുക്കാൻ വിടുകയൊക്കെ ചെയ്യാനത് കുഴപ്പമില്ല. മൂക്കൊന്നും അടയ്ക്കണ്ട. ഇടത് മൂക്കിനുള്ളിൽ ശ്വാസത്തെ മനസ്സുകൊണ്ട് ശ്രദ്ധിച്ച് ഗോവിന്ദ എനിക്ക് സമ്പത്ത് നൽകണേ എന്ന് മാത്രം പറയുക. അപ്പം നാണയമൊന്നും കയ്യിൽ പിടിക്കേണ്ട. ഇത് നിങ്ങൾ ഇനി ചില സമയങ്ങളിൽ മറന്നു പോകുന്നു, കുഴപ്പമൊന്നുമില്ല. പറ്റുന്ന പോലെ ചെയ്യുക. വിഷുവിന് മുമ്പ് ദിവസവും ഇത് ചെയ്യുക, വിഷുവിൻ്റെ അന്നൂടെ ചെയ്യുക. അപ്പോൾ പിന്നെ ഈ ദിവസവും ഇങ്ങനെ മാറ്റി വെക്കുന്ന നാണയം വിഷുവിൻ്റെ അന്ന് നിങ്ങൾ അടുത്തുള്ള കൃഷ്ണൻ്റെ അല്ലെങ്കിൽ വിഷുവിൻ്റെ ക്ഷേത്രത്തിൽ പോയി ഭഗവാനോട് ഞാൻ ഭഗവാന്റെ മുന്നേ നിന്ന് തന്നെ ഇടത് കാലം അല്പം മുന്നോട്ട് വെച്ച് ഈ നിങ്ങളുടെ ഇത് കയ്യിൽ പിടിച്ച് ഇടതു മൂക്കിനുള്ളിൽ ശ്രദ്ധിച്ച് ഗോവിന്ദ ഭഗവാനെ പാദത്തെ സമർപ്പിക്കുന്ന എനിക്ക് സമ്പത്ത് നൽകണമെന്ന് പ്രാർത്ഥിച്ച് 2 കൈ കൊണ്ടും ഇത് ഭഗവാനെ സമർപ്പിക്കണം. വിഷുവിൻ്റെ അന്ന് ഈ വിഷുവിന് മുമ്പത്തെ ദിവസങ്ങളിൽ മാറ്റി വെക്കുന്ന നാണയം നിങ്ങൾ ഇങ്ങനെ ഒന്ന് ചെയ്യുക. നിങ്ങൾക്ക് ഭഗവാൻ ജീവിതം മുഴുവൻ ഒരു കൊല്ലത്തേക്കെന്ന് ഞാൻ പറഞ്ഞെങ്കിലും ജീവിതം മുഴുവൻ സമ്പത്തും ഐശ്വര്യവും സമൃദ്ധിയും നൽകുമെന്നുള്ളതാണ്. 4 കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ ഭഗവാന്റെ പൂർണ്ണമായ അനുഗ്രഹം കിട്ടും. അത് വിഷുവിന് മുമ്പ് ചെയ്യണം, നല്ലതാണ്. 1, നമ്മൾ എല്ലാം കൈനീട്ടം കൊടുക്കും അല്ലേ? വിഷുവിൻ്റെ അന്ന് കൊടുക്കും. വിഷുവിൻ്റെ അന്ന് ചെയ്യുന്നത് വിഷുവിൻ്റെ അന്ന് ചെയ്യണം. അത് കൈനീട്ടമായോ എന്തോ ആയിക്കോട്ടെ, അത് നല്ലത് തന്നെയാണ്. അതല്ലാതെ നമ്മൾ കൈനീട്ടം കൊടുക്കുമല്ലോ. അപ്പോൾ ഈ കൈനീട്ടം കൊടുക്കുന്നതിന് പുറകിലുള്ള കാര്യം എന്താണെന്ന് നിങ്ങൾക്കറിയാവോ? അത് മനസ്സിലായാൽ നിങ്ങൾക്ക് അതിൻ്റെ ഫലം ലഭിക്കും. അതായത് നമ്മൾ എന്തും മറ്റൊരാൾക്ക് സന്തോഷത്തോടെ കൊടുക്കുമ്പോൾ നമ്മുടെ മനസ്സ് ശുദ്ധമാകുകയാണ്. അങ്ങനെ മനസ്സ് ശുദ്ധമാകുമ്പോഴാണ് നമുക്ക് ആ ഈശ്വരൻ്റെ അനുഗ്രഹം ഉണ്ടാകുന്നത്, നമ്മളിൽ ദൈവികത ഉണ്ടാകുന്നത്. അതിൻ്റെ ഭാഗമാണ് കൈനീട്ടം. അപ്പോൾ ഈ കൈനീട്ടം വിഷുവിൻ്റെ അന്ന് തീർച്ചയായിട്ടും കൊടുക്കണം. വിഷുവിന് മുമ്പത്തെ ദിവസങ്ങളിൽ നിങ്ങൾ ഈ ജോലി ചെയ്യാൻ പറ്റാത്തവർക്ക് അല്ലെങ്കിൽ പിന്നെ ഒരു നിവൃത്തി ഇല്ലാത്തവർക്ക് നിങ്ങളെ കൊണ്ട് പറ്റുന്ന പോലെ ചെറിയ ചെറിയ തുകകൾ സന്തോഷത്തോടെ, ഇതെൻ്റെ ഈ പ്രാവശ്യത്തെ വിഷുക്കൈ നീട്ടമെന്ന് പറഞ്ഞ് കൊടുക്കുക. സന്തോഷത്തോടെ കൊടുക്കണം, അത് ഫലം കാണും. വിഷുവിൻ്റെ അന്ന് നിങ്ങൾക്ക് കൊടുക്കാം, അത് കൊടുത്തോണം. അത് കൊടുക്കരുതെന്നല്ല പറഞ്ഞത്, അത് നല്ലത് തന്നെയാണ്. പക്ഷെ അതിനു മുമ്പേ അശരണരായവർക്ക്, അതായത് ഒരു ജോലി ചെയ്യാൻ പറ്റാത്തവരെ, അങ്ങനെ പല പല പ്രശ്നമുള്ളവർക്ക് നിങ്ങളെ കൊണ്ട് പറ്റുന്ന പോലെ ഒരു തുക, അത് നിങ്ങളെ കൊണ്ട് പറ്റുന്നത് നിങ്ങളുടെ ഇഷ്ടമാണ്, നിങ്ങളെ കൊണ്ട് പറ്റുന്ന പോലെ ഒരു തുക കൊടുക്കുക. ഇത് ഈ പ്രാവശ്യത്തെ എൻ്റെ വിഷുക്കൈ നീട്ടമാണ്. 1 രൂപ 2 രൂപ ഒന്നുമല്ല, ഒരു 50 രൂപ 100 രൂപ, നിങ്ങളെ കൊണ്ട് പറ്റുന്ന പോലെ 50 രൂപ 100 രൂപ അങ്ങനെ എന്തെങ്കിലും അവർക്ക് ഒരു നേരത്തെ എന്തെങ്കിലും ഒരു ആഹാരം മേടിക്കാനോ വല്ല ഉപകരിക്കട്ടെ. നിങ്ങളെ കൊണ്ട് പറ്റുന്ന പോലെ ഇത് ഈ പ്രാവശ്യത്തെ എൻ്റെ വിഷുക്കൈ നീട്ടമാണെന്ന് പറഞ്ഞാൽ സന്തോഷമായ മനസ്സോടുകൂടി കൊടുക്കുക. അത് വിഷുവിന് മുമ്പ് ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകും, യാതൊരു സംശയവും വേണ്ട. വിഷുവിൻ്റെ അന്നും ചെയ്യാം, അത് നല്ലത് തന്നെയാണ്. പക്ഷെ വിഷുവിന് നമ്മൾ ഏതൊരു കാര്യവും അതിന് മുമ്പ് ചെയ്യുമ്പോഴാണ് കൂടുതൽ ഫലം ഉണ്ടാകുന്നത്. ഇപ്പം ഒരു മാമ്പഴമാണെങ്കിൽ അത് പഴുത്ത് ഏറ്റവും അതിൻ്റെ ആ ഒരു പഴുത്ത അവസ്ഥയെക്കാട്ടിയും ഗുണം അത് വിളഞ്ഞു നിൽക്കുന്ന അവസ്ഥ, അതിന് പഴുക്കുന്നതിന് മുമ്പുള്ള അവസ്ഥയാണ്. ഏതൊരു കാര്യത്തിൻ്റെയും ആ സെനത്ത് പോയിന്റിന് മുമ്പുള്ള അവസ്ഥയാണ് അതിൻ്റെ ഏറ്റവും കൂടുതൽ ഗുണമുള്ളത്. അപ്പോൾ ആ വിഷു എന്ന് പറഞ്ഞാൽ ആ ദിവസത്തിന് മുമ്പ് ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ആ ഭഗവാന്റെ അനുഗ്രഹം കിട്ടാൻ ഉപകരിക്കും. വിഷുവിൻ്റെ അന്നും ചെയ്യരുത് നല്ല പറഞ്ഞു കേട്ടോ, അത് നല്ലത് തന്നെയാണ്. വിഷുവിന് മുമ്പും കൂടെ നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക പറ്റുന്ന പോലെ. അപ്പം നമ്മളൊരു കൈനീട്ടം കൊടുക്കുമ്പോൾ, മനസ്സ് നിറഞ്ഞു കൊടുക്കുമ്പോൾ അത് മനഃശുദ്ധി കൈവരുന്നു. അങ്ങനെ ചെയ്യാൻ തുടങ്ങുമ്പോഴാണ് നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡ് പ്രവർത്തിക്കാൻ തുടങ്ങുന്നത്. അങ്ങനെ സബ് കോൺഷ്യസ് മൈൻഡ് പ്രവർത്തിക്കുമ്പോഴാണ്, നിങ്ങളുടെ ഉള്ളിലെ ആ ഈശ്വരബോധം പ്രവർത്തിക്കുമ്പോഴാണ് നിങ്ങൾക്ക് മാറ്റം ഉണ്ടാകത്തുള്ളൂ. അല്ലാതെ നിങ്ങളൊരു കൈനീട്ടം കൊടുത്ത് നിങ്ങളുടെ മനസ്സിൽ തട്ടുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് വലിയ മാറ്റമൊന്നും വരണമെന്നില്ല. അത് മനസ്സിലാക്കി നിങ്ങൾ എന്ന് തൊട്ട് കൈനീട്ടം കൊടുക്കുന്നോ അന്ന് തൊട്ട് നിങ്ങളുടെ ജീവിതം മാറാൻ തുടങ്ങും, ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകാൻ തുടങ്ങും. നിങ്ങളുടെ മനസ്സിൽ തട്ടി കൊടുക്കണം എന്ന് വെച്ചാൽ സന്തോഷത്തോടെ, ഒരു പൂർണ്ണ മനസ്സോടെ ഇത് നിങ്ങൾക്കിത് ഉപകരിക്കട്ടെ എന്ന ചിന്തയോടുകൂടി അതിന് ഈശ്വരന്, ഭഗവാൻ കൃഷ്ണന് നന്ദിയും കൂടെ പറഞ്ഞുകൊണ്ട് കൊടുക്കുക മനസ്സിൽ. അവിടെ അങ്ങനെ മനസ്സിൽ തട്ടി അത് ചെയ്യുമ്പോഴാണ് കൈനീട്ടം നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാക്കുന്നത്. 1. രണ്ടാമത്തെ കാര്യം, നമ്മൾ വസ്ത്രങ്ങൾ വിഷുവിന് പുതുവസ്ത്രം തീർച്ചയായിട്ടും ധരിക്കണം. എന്തിനാ വിഷുവിന് പുതുവസ്ത്രം ധരിക്കുന്നത്? നമ്മൾക്ക് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ, നമ്മുടെ മനസ്സിനെ ഈ പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് ഒരു ഉണർവുണ്ടാകുന്നത്. അതുകൊണ്ടാണ് നമ്മൾ പുതിയ യാത്രകൾ ചെയ്യുമ്പോൾ മനസ്സിനൊരു ഉണർവുണ്ടാകും. അതുപോലെ തന്നെ
ഒരു ഒരു ഇപ്പം നമ്മൾ കളികൾ കാണുന്നു, ക്രിക്കറ്റ് കളി അല്ലെങ്കിൽ ഫുട്ബോൾ കളി കാണുന്നു, അതിൽ ഏറ്റവും കൂടുതൽ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിന് ഒരു ഉണർവ് ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ വീണ്ടും വീണ്ടും ഈ ഗെയിംസിനോട് നമുക്ക് താല്പര്യം വരുന്നത്, ക്രിക്കറ്റ് കളി ഫുട്ബോൾ കളിയൊക്കെ അങ്ങനെ ഏതും ആയിക്കോട്ടെ. കാരണം ഒരു കളിയിൽ അടുത്ത നിമിഷം, ക്രിക്കറ്റ് കളിയിൽ അടുത്ത നിമിഷം എന്തോ സംഭവിക്കുമെന്ന് അറിയത്തില്ല. ആ ഒരു എക്സൈറ്റ്മെന്റ് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ ഉണർത്തും. അപ്പോൾ ഒരു കൗതുകം അല്ലെങ്കിൽ ഒരു എക്സൈറ്റ്മെന്റ് അല്ലെങ്കിൽ ഒരു പുതുമയുള്ള കാര്യങ്ങൾ, ഇതൊക്കെ അല്ലെ ആവർത്തിച്ച് ചെയ്യുന്ന കാര്യങ്ങൾ, ഈ 4 കാര്യങ്ങളാണ് സബ് കോൺഷ്യസ് മൈൻഡിനെ ഉണർത്തുന്നത്. അപ്പം വിഷുവിൻ്റെ അന്ന് ഒരു പുതുവസ്ത്രം ധരിക്കുമ്പോൾ ഒരു പുതുമ അനുഭവപ്പെടും. അപ്പോൾ ആ പുതുമ നിങ്ങളുടെ മനസ്സിനും ഉണ്ടാകും. അങ്ങനെ ആ പുതിയ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അല്ലെ പുതുമയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ സബ് കോൺഷ്യസ് മൈൻഡ് ഉണരും. അപ്പോഴാണ് നിങ്ങൾ ആ വിഷു എന്നുള്ള ആ ഒരു ദിവസം നിങ്ങളുടെ മനസ്സിലേക്ക് ചെല്ലുന്നത്, നിങ്ങളുടെ ബോധത്തിലേക്ക് ചെല്ലുന്നത്, ആ വിഷുവിൻ്റെ പ്രാർത്ഥനകൾ നിങ്ങളുടെ ഉള്ളിലേക്ക് ചെല്ലുന്നത്. അപ്പം പുതുവസ്ത്രം വിഷുവിന് ധരിക്കണം. അത് രണ്ടാമത്തെ കാര്യം. ഇത് മനസ്സിലാക്കി ചെയ്യണം. ആ പുതുമ നിങ്ങളിൽ അനുഭവിക്കണം. അപ്പോഴാണ് മാറ്റം വരുന്നത്. പറ്റുന്നവർ ചെയ്യുക, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അല്ലാത്തവർ അലക്കിയ വസ്ത്രങ്ങളും ധരിക്കുക, പുതുവസ്ത്രങ്ങൾ ധരിക്കുന്നത് നല്ലതാണ്. ഇനിയും നമ്മൾ പുതുവസ്ത്രം ധരിക്കുന്നുണ്ടല്ലോ വിഷുവിന്, അപ്പം നമ്മൾ ഭഗവാന് കൃഷ്ണന് സെറ്റ് മുണ്ടും ഒക്കെ വിഷുവിന് സമർപ്പിക്കാം, അല്ലെങ്കിൽ വിഷുവിന് മുമ്പാണെങ്കിലും സമർപ്പിക്കാം. അത് ഫലമാണ്. കാരണം വിഷുവിന് ചെയ്യുന്നത് എല്ലാം വിഷുവിന് ചെയ്യാം, കൈനീട്ടം കൊടുക്കാം. പക്ഷെ അതിന് മുമ്പ് ചെയ്യുന്നതിന് പ്രത്യേക ഫലമുണ്ട്. ചുരുക്കം പറഞ്ഞാൽ വിഷു ദിവസം ഭഗവാന്റെ പൂർണ്ണമായ അനുഗ്രഹം ലഭിക്കാൻ അതിനു മുമ്പേ പ്രാർത്ഥനകൾ തുടങ്ങണം. അതിനു മുമ്പേ നിങ്ങളെ കൊണ്ട് പറ്റുന്ന പോലെ കൈനീട്ടം ആളുകൾക്ക് കൊടുക്കണം. അതിനു മുമ്പേ വസ്ത്രം സെറ്റും മുണ്ടും ഭഗവാൻ കൃഷ്ണന് സമർപ്പിക്കുന്നത് നല്ലതാണ്. വിഷുവിൻ്റെ അന്ന് സമർപ്പിക്കാം, അതിനു മുമ്പ് സമർപ്പിക്കുന്ന കുറച്ചുകൂടി നല്ലതാണ് എന്നുള്ളതാണ്. കാരണം നമ്മൾ ഭഗവാനെ എല്ലാവരും വിഷുവിൻ്റെ അന്നാണ് വിളിക്കുന്നത്. പക്ഷെ അതിനു മുമ്പ് വിളിക്കുന്നവരെ ഭഗവാൻ പ്രത്യേകം ശ്രദ്ധിക്കും. അങ്ങനെയല്ലേ എപ്പോഴും. കാരണം എല്ലാ കാര്യങ്ങളും നമ്മൾ ഉള്ളവർ ചെയ്യുന്ന പോലെ ചെയ്യുമ്പോഴല്ല, അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ചെയ്യുമ്പോഴാണ് നമ്മൾ ശ്രദ്ധിക്കപ്പെടുന്നത്. അപ്പം അതിനു മുമ്പ് തൊട്ടേ ഭഗവാനെ വിളിക്കുന്നവർക്ക് ഭഗവാൻ പ്രത്യേക കരുതൽ കൊടുക്കുന്നുള്ളതാണ് 1. 2, ഏതൊരു കാര്യവും അതിൻ്റെ ഒരു ടോപ്പിൽ നിൽക്കുന്ന അവസ്ഥയ്ക്ക് മുമ്പ് ചെയ്യുമ്പോഴാണ് അതിൻ്റെ ഗുണം പൂർണ്ണമായിട്ടും കിട്ടുന്നത്. അപ്പോൾ അത് വിഷുവിൻ്റെ അന്നും ചെയ്യാം, പിന്നെ വിഷുവിന് മുമ്പ് ചെയ്യുവാണെങ്കിൽ കുറച്ചുകൂടി നല്ലതാണ്. വസ്ത്രം, ഭഗവാൻ ഒരു സെറ്റും മുണ്ടും വിഷുവിന് മുമ്പുള്ള ഏതെങ്കിലും ഒരു ദിവസം ഭഗവാന് സമർപ്പിക്കുക, നല്ലതാണ്. വിഷുവിൻ്റെ അന്ന് ഒരുപാട് പേര് ചെയ്യും, പക്ഷെ വിഷുവിന് മുമ്പ് ചെയ്യുന്നവരെ ഭഗവാൻ പ്രത്യേകം ശ്രദ്ധിക്കും എന്നുള്ളതാണ്. വിഷുവിന് മുമ്പ് ചൈതന്യം കൂടിയ കൃഷ്ണക്ഷേത്രങ്ങളിലേക്ക്, ഗുരുവായൂരോ അമ്പലപ്പുഴയോ ആറന്മുളയോ പത്മനാഭസ്വാമി ക്ഷേത്രമോ, ഞാൻ 3-4 ക്ഷേത്രം എൻ്റെ ഓർമ്മയിലുള്ള പറഞ്ഞതേ ഉള്ളൂ. നിങ്ങൾക്ക് നിങ്ങളുടെ വീടിന് ഇവിടെ ദൂരെ ഉള്ളതായിരിക്കണം, ചൈതന്യം കൂടുതലുള്ള കൃഷ്ണന്റെ അല്ലെ വിഷ്ണുവിന്റെ ക്ഷേത്രമായിരിക്കണം. ആ ക്ഷേത്രത്തിലേക്ക് ഒരു തീർത്ഥയാത്ര ചെയ്യുക. അവിടെ പോയി ഭഗവാനെ ഒരു യാത്ര ചെയ്ത് ഭഗവാനെ കണ്ടു തൊഴുത് പറ്റുന്ന വഴിപാടുകൾ ചെയ്യുക. അപ്പൊ യാത്രകൾക്ക് മനസ്സിനെ ഉണർത്താനുള്ള ശക്തിയുണ്ട്, സബ് കോൺഷ്യസ് മൈൻഡിനെ. അപ്പം ഭഗവാന്റെ കൃഷ്ണന്റെ ചൈതന്യം കൂടുതലുള്ള ക്ഷേത്രം എന്ന് പറയുമ്പോൾ അവിടുത്തെ ഒരു ചെറിയ അനുഗ്രഹം പോലും കിട്ടിയാൽ നമ്മുടെ ജീവിതം മാറും. ചൈതന്യം കൂടിയ ക്ഷേത്രങ്ങളിൽ മാസത്തിൽ ഒന്നെങ്കിലും ദർശനം നടത്തണം. ആ ക്ഷേത്രങ്ങൾക്ക് പ്രത്യേകതയുണ്ട്, അവിടുത്തെ പൂജകൾക്ക് പ്രത്യേകതയുണ്ട്, അവിടുത്തെ ബിംബത്തിന് പ്രത്യേക ചൈതന്യമുണ്ട്. അതുകൊണ്ടാണ് അവിടെ കൂടുതൽ ആളുകൾ വരുന്നത്. മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് കൂടുതൽ ആളുകൾ അവിടെ വരുന്നത്. അതിൻ്റെ അകത്ത് അവിടെ ആ ഒരു ചൈതന്യത്തിൽ പ്രത്യേകത ഉള്ളതുകൊണ്ടാണ്. അങ്ങനെയുള്ള മഹാക്ഷേത്രങ്ങളിൽ, ചൈതന്യം കൂടിയ ക്ഷേത്രങ്ങളിൽ മാസത്തിൽ ഒന്നെങ്കിലും നമ്മൾ ദർശനം നടത്തുന്നത് നല്ലതാണ്. നമുക്കും ആ ചൈതന്യത്തിൻ്റെ ഒരംശം കിട്ടിയാൽ മതി, നമ്മുടെ ജീവിതം മാറും. അങ്ങനെ ചെയ്തവരെല്ലാം രക്ഷപ്പെട്ടിട്ടുണ്ട്. പക്ഷെ ഇപ്പം ഞാൻ പറയുന്നത്, വിഷുവിന് മുമ്പേ നിങ്ങൾ ദൂരെയുള്ള ചൈതന്യം കൂടിയ ഏതെങ്കിലും ഒരു കൃഷ്ണന്റെ അല്ലെങ്കിൽ വിഷ്ണുവിന്റെ ക്ഷേത്രത്തിലേക്ക് യാത്ര ചെയ്ത് ഭഗവാനെ ദർശനം നടത്തണം. അതോടൊപ്പം നിങ്ങൾക്ക് പറ്റുന്ന വഴിപാട് ചെയ്താൽ മതി. ഈ 4 കാര്യങ്ങൾ വിഷുവിന് മുമ്പ് ചെയ്താൽ ആ വിഷു എന്നുള്ള നിങ്ങളുടെ മനസ്സിൽ തട്ടും, നിങ്ങളുടെ ഉള്ളിലേക്ക്, ആ സബ് കോൺഷ്യസ് മൈൻഡിൽ നിങ്ങളുടെ മനസ്സിൽ തട്ടും. 1, കൈനീട്ടം വിഷുവിന് മുമ്പ് കൊടുക്കുക. 2, വസ്ത്രം ഭഗവാന് സമർപ്പിക്കുക, സെറ്റും മുണ്ടും ഒക്കെ. 3, ഭഗവാനെ നിങ്ങൾ നല്ലൊരു യാത്ര ചെയ്ത് ദൂരെയുള്ള കൃഷ്ണരയിലെ വിഷ്ണുവിൻ്റെ ക്ഷേത്രത്തിൽ ഭഗവാനെ പോയി തൊഴുക. 4, വിഷുവിൻ്റെ അന്ന് പുതുവസ്ത്രം ധരിക്കണം. ഇതാണ് 4മത്തെ കാര്യം. അപ്പം വിഷുവിൻ്റെ അന്നും നമുക്ക് കൈനീട്ടം കൊടുക്കാം. അത് കൊടുക്കണമല്ലോ, അതൊരു ആചാരമാണ്, അത് എല്ലാവരും ചെയ്യുന്ന കാര്യമാണ്, അത് ചെയ്യണം, നല്ലതാണ്. വസ്ത്രം വേണം വിഷുവിൻ്റെ അന്ന് സമർപ്പിക്കാം. പക്ഷെ വിഷുവിൻ്റെ മുമ്പും നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ കൈനീട്ടം അശരണരായവർക്ക് നമ്മൾ സന്തോഷമായ മനസ്സുകൊണ്ട് കൊടുക്കുക. ഈ വർഷത്തെ എൻ്റെ വിഷു കൈനീട്ടം എന്ന് പറഞ്ഞ് അതൊരു 50 100 ഒക്കെ ഒരു നല്ല രീതിയിൽ നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ കൊടുക്കുക. പിന്നെ വിഷുവിൻ്റെ മുമ്പ് നമുക്ക്
ഭഗവാന് സെറ്റുമുണ്ട് സമർപ്പിക്കാം. അത് വിഷുവിന് മുമ്പ് ചെയ്യുന്നതും നല്ലതാണ്. വിഷുവിൻ്റെ അന്നും ചെയ്യാം, പക്ഷെ മുമ്പ് ചെയ്യുന്നതും നല്ലതാണ്. അതിന് പ്രത്യേക ഫലമുണ്ട്. പിന്നെ നല്ലൊരു യാത്ര വിഷുവിന് മുമ്പ് ദൂരെയുള്ള കൃഷ്ണക്ഷേത്രത്തിലേക്ക്, ചൈതന്യം കൂടിയ കൃഷ്ണക്ഷേത്രത്തിലേക്ക് നടത്തുക. വിഷുവിൻ്റെ അന്ന് പുതുവസ്ത്രം ധരിക്കണം. ഈ 4 കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ തട്ടും വിഷു. അപ്പോഴാണ് മനസ്സിൽ തട്ടുന്ന വിഷു. അല്ലാതെ എല്ലാ വിഷുവും വരുന്നുണ്ട്, നമ്മൾ കൈനീട്ടം കൊടുക്കുന്നുണ്ട്, നമ്മൾ ക്ഷേത്രത്തിൽ പോകുന്നുണ്ട്, പക്ഷെ വലിയ മാറ്റങ്ങളൊന്നും, വലിയ രീതിയിലുള്ള മാറ്റങ്ങളൊന്നും പലർക്കും ഉണ്ടായി കാണുന്നില്ല. അതെന്നാ മനസ്സിൽ തട്ടാത്തതുകൊണ്ടാണ്. മനസ്സിൽ തട്ടണമെങ്കിൽ മനസ്സിൽ തട്ടുന്ന കാര്യങ്ങൾ ചെയ്യണം, അപ്പോഴേ മനസ്സിൽ തട്ടത്തുള്ളൂ വിഷു. അപ്പൊ ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞ് നിങ്ങൾ ഈ വർഷത്തെ വിഷു ഒന്ന് ആഘോഷിക്കുക. ഇനി ഒരു പരമമായ രഹസ്യം പറഞ്ഞുതരാം. വിഷുവിന്റെ മുമ്പ് വരുന്ന ശനിയാഴ്ച, വിഷു ഏപ്രിൽ 15, അപ്പൊ ഏപ്രിൽ 11 ഒരു ശനിയാഴ്ചയാണ്. ഏപ്രിൽ 11 ഒരു ശനിയാഴ്ചയാണ്. അപ്പൊ വിഷുവിന്റെ മുമ്പ് വരുന്ന ശനിയാഴ്ച അടുത്തുള്ള അയ്യപ്പ ക്ഷേത്രത്തിൽ പോയി വൈകുന്ന പാട് നിങ്ങൾ ഭഗവാന് അല്പം ചില്ലറയോ നോട്ടോ പിടിപ്പണമായിട്ട് വിഷു കൈനീട്ടോ എന്നും പറഞ്ഞ് സമർപ്പിക്കുക അയ്യപ്പന്. നിങ്ങൾ മനസ്സ് നിറഞ്ഞ് സമർപ്പിക്കുക. നിങ്ങൾക്ക് അതുപോലെ സമ്പത്ത് അയ്യപ്പസ്വാമിയും തരും. കാരണം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ അയ്യപ്പന് ചില പ്രത്യേകതയുണ്ട്. അയ്യപ്പൻ മഹാ തപസ്വിയാണ്. അപ്പം അയ്യപ്പസ്വാമിക്ക് ഈ നിങ്ങൾ ഒരു വിഷു കൈനീട്ടത്തിന്റെ ഭാഗമായിട്ട് ഒരു കൈനീട്ടം വിഷുവിന് മുമ്പ് വരുന്ന ശനിയാഴ്ച വൈകുന്ന പാട് വേണം, രാവിലെ ചെയ്യരുത്. ഭഗവാന് നിങ്ങൾ അല്പം ചില്ലറയോ നോട്ടോ എന്തും ആയിക്കോട്ടെ, ഈ വർഷത്തെ എൻ്റെ വിഷു കൈനീട്ടം അയ്യപ്പസ്വാമിക്കും ഇരിക്കട്ടെ, ഇതൊന്ന് സന്തോഷത്തോടെ കൊടുക്കുക. നിങ്ങൾക്ക് അളവറ്റ സമ്പത്ത് വരും. ഇതൊരു രഹസ്യ വിദ്യയാണ്, നിങ്ങൾ ചെയ്ത് നോക്കിയോ. ഈ അയ്യപ്പന് ചില പ്രത്യേകതയുണ്ട്. അയ്യപ്പസ്വാമിക്ക് മനസ്സ് നിറഞ്ഞ് ഇതുപോലെ സമർപ്പിക്കുന്നവരെല്ലാം രക്ഷപ്പെട്ടിട്ടുണ്ട്. അതുപോലെ ഇപ്പം നമ്മളിപ്പോൾ ശബരിമല ആയിക്കോട്ടെ, വലിയ വലിയ ബിസിനസ്സുകാരൊക്കെ ഒന്ന് അതുപോലെ സ്വാമിക്ക് സമർപ്പിക്കുന്നത്, പിറ്റേ വർഷം വന്ന് അവർ അതിനെക്കാട്ടും കൂടുതലാണ് സമർപ്പിക്കുന്നത്. എന്തുകൊണ്ടാണെന്നറിയാം? അവർക്ക് അതുപോലെ ഭഗവാൻ കൊടുക്കുന്നതുകൊണ്ടാണ്. അല്ലെ പിറ്റേ വർഷം വന്ന് അതിനെക്കാട്ടും കൂടുതൽ സമർപ്പിക്കാൻ പറ്റുമോ? ഭഗവാൻ കൊടുക്കുന്നതുകൊണ്ട്. അയ്യപ്പന് ചില രഹസ്യമുണ്ട്. അപ്പം നമ്മൾ അയ്യപ്പ സ്വാമിക്ക് കൂടെ നമ്മുടെ ഒരു കൈനീട്ടം വിഷുവിൻ്റെ മുമ്പ് വരുന്ന ശനിയാഴ്ച വൈകുന്ന പാട് അല്പം ചില്ലറയോ നോട്ടോ പൂർണ്ണ മനസ്സോടെ സന്തോഷത്തോടെ ഭഗവാന്റെ പാദങ്ങളിൽ സമർപ്പിക്കുന്നതായിട്ട് സങ്കല്പിച്ച് ഈ വർഷത്തെ എൻ്റെ ഒരു വിഷു കൈനീട്ടം അയ്യപ്പസ്വാമിക്ക് സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞ് അവിടെ ഒന്നുകിൽ കാണിക്ക വഞ്ചിയിലിടുക, അല്ലെങ്കിൽ നടക്കി വെക്കുക, എങ്ങനെ വേണമെങ്കിലും ചെയ്യുക. നിങ്ങൾ ഇഷ്ടം പോലെ അത് ഭഗവാന് സമർപ്പിക്കുക. കാണിക്ക വഞ്ചിയിൽ ഇട്ടാലും മതി, അത് നല്ലതാണ്. അത് പ്രാർത്ഥിച്ചിട്ട് കാണിക്ക വഞ്ചി ഇട്ടാലും മതി, നല്ലതാണ്, ഏറ്റവും നല്ലതാണ്. അതാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പം നിങ്ങൾ ഇങ്ങനെ ഈ വർഷത്തെ വിഷു ഒന്ന് ആഘോഷിച്ച് നോക്കിക്കേ. എല്ലാ വർഷവും വിഷു ആഘോഷിക്കുന്നുണ്ട്, ഇങ്ങനെ ഒന്ന് ആഘോഷിച്ച് നോക്കിക്കേ. നിങ്ങളിൽ മാറ്റം ഉണ്ടാകും, നിങ്ങളുടെ ഉള്ളിൽ മാറ്റം ഉണ്ടാകും. നിങ്ങളുടെ ഉള്ളിലേക്ക് ഭഗവാൻ കൃഷ്ണന്റെ അനുഗ്രഹവും വരും, അയ്യപ്പസ്വാമിയുടെ അനുഗ്രഹവും വരും. യാതൊരു മാറ്റവും വേണ്ട. പിന്നെ ഗോവിന്ദ ഗോവിന്ദ എന്നുള്ള വിദ്യ ഞാൻ പറഞ്ഞു തന്നു. കൃഷ്ണനെ ആര് ഗോവിന്ദ എന്ന് വിളിച്ചാലും കൃഷ്ണ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകും, അഗസ്ത്യമുനിയുടെ അനുഗ്രഹം ഉണ്ടാകും. അത് നിങ്ങൾക്കറിയാമോ? ഞാൻ അതിന്റെ ഐതിഹ്യം മുമ്പൊരു വീഡിയോ പറഞ്ഞിട്ടുണ്ട്. അഗസ്ത്യമുനിയുടെ അനുഗ്രഹം ഉണ്ടാകും ഗോവിന്ദ എന്ന് കൃഷ്ണനെ വിളിച്ചാൽ, കൃഷ്ണന്റെ അനുഗ്രഹം ഉണ്ടാകും. അത് വെങ്കടാചലപതിയുമായി ബന്ധപ്പെട്ട ഒരു കഥയാണ്. അത് ഞാൻ പണ്ടെന്നല്ല കുറച്ച് നാളെ ആയിട്ടുള്ളൊരു വീഡിയോ പറഞ്ഞതാണ്. പക്ഷെ വീഡിയോ കാണുന്നവർക്കറിയാം, കാണാത്തവർക്ക് അറിയത്തില്ല. മുഴുവൻ കാണുന്നവർക്കറിയാം. അപ്പം അത് ഞാൻ വീണ്ടും ആവർത്തിക്കുന്നില്ല, ആവശ്യമുള്ളവർ പോയി കാണുക. അപ്പം ഗോവിന്ദ എന്ന് വിളിച്ചാൽ ഭഗവാൻ കൃഷ്ണൻ തന്നെ പറഞ്ഞിരിക്കുന്നത് ആ വ്യക്തിയെ ഭഗവാൻ സംരക്ഷിച്ചിരിക്കും എന്നുള്ളതാണ്. ആ വ്യക്തി എത്ര ദുരിതമാണേലും ഭഗവാൻ ആ വ്യക്തിക്ക് വേണ്ട സമ്പത്ത് നൽകും, സംരക്ഷിച്ചിരിക്കും, ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടായിരിക്കും എന്നും ഭഗവാൻ പറഞ്ഞിട്ടുള്ളതാണ് അഗസ്ത്യമുനിയോട്. ഗോവിന്ദ എന്ന് വിളിച്ചാൽ മാത്രമല്ല അഗസ്ത്യമുനിയുടെ അനുഗ്രഹം ഉണ്ടാവും. അപ്പം ഗോവിന്ദ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ അത് വെങ്കടാചലപതിയുമായി ബന്ധപ്പെട്ട ഒരു കഥയാണ്. ഈ വെങ്കടാചലപതിയെ കാണാൻ വേണ്ടി പോകുന്നവർക്കറിയാം അവിടെ എല്ലാം ഗോവിന്ദ ഗോവിന്ദ അവർ കൂടുതൽ വിളിക്കുന്നത്. അതുകൊണ്ട് വെങ്കടാചലപതിയെ പോയി കാണുന്നവർക്കൊക്കെ വലിയ സമ്പന്നരായിട്ടുണ്ട്. വലിയ സമ്പന്നന്മാർ പലരും വെങ്കടാചലപതിയുടെ ഭക്തന്മാരുമാണ്. ഗോവിന്ദ ഗോവിന്ദ എന്ന് അവരൊക്കെ വിളിക്കുന്നത്. അവർക്കൊക്കെ അതിയായ സമ്പത്ത് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഗോവിന്ദ എന്നുള്ള വിദ്യ ചെയ്യുക. ഗോവിന്ദ എന്ന് ഭഗവാനെ ആര് വിളിച്ചാലും ഭഗവാൻ ആ വ്യക്തിക്ക് എല്ലാം നൽകും. ആ തൽക്ഷണം തന്നെ ഭഗവാന്റെ കൃപ ഉണ്ടായി വരും. പാഞ്ചാലി വസ്ത്രാക്ഷേപ സമയത്ത് പാഞ്ചാലിയുടെ ആ ഒരു സഭയിൽ നിന്ന് നിസ്സഹായയായ അവസ്ഥയിൽ, ആരും സഹായിക്കാനില്ലാത്ത അവസ്ഥയിൽ ഭഗവാനെ ഗോവിന്ദ എന്നാണ് വിളിച്ച് ആ ഓൺ ദ സ്പോട്ടിൽ ആ സമയത്ത് തന്നെ ആ സെക്കൻഡിൽ തന്നെ ഭഗവാൻ പാഞ്ചാലിക്ക് വസ്ത്രം നൽകി സഹായിച്ചു എന്ന് പറഞ്ഞ പോലെ ഭഗവാനെ ഗോവിന്ദ എന്ന് വിളിച്ചാൽ ഈ ദുർവാസാവ് മഹർഷി വന്നപ്പോൾ, ദുർവാസാവ് മഹർഷി ഭയങ്കര കോപിഷ്ഠനാണ്. അപ്പോൾ അദ്ദേഹം വന്നപ്പോഴേ പാഞ്ചാലി അവിടെ ഭക്ഷണം ഒന്നുമില്ലാത്തൊരവസ്ഥയിൽ ഭഗവാനെ
ദുർവാസാവ് കുളിച്ചിട്ട് വരും എന്ന് പറഞ്ഞു. അപ്പോഴത്തേനും ദുർവാസാവിന് ശിഷ്യന്മാർക്കും ഭക്ഷണം കൊടുക്കണം. ആ കഥ എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോഴ് പാഞ്ചാലി ഭഗവാനെ ഗോവിന്ദ എന്ന് വിളിച്ചപ്പോൾ ഭഗവാൻ ആ ഒരു തുളസിയില എടുത്ത് ആ പാത്രത്തിലേക്ക് കഴിച്ചപ്പോൾ, തുളസിയിലയോ നെന്മണിയോ അങ്ങനെയാണ് പറയുന്നത്, അതിലേതാ തുളസിയിലയാണോ നെന്മണിയാണോ അത് പല രീതിയിൽ പറയുന്നുണ്ട്. എന്തായാലും തുളസിയിലയാണോ നെന്മണിയാണോ എന്ന് ഞാൻ ശരിക്കും ഓർക്കുന്നില്ല. അതെടുത്ത് ഭക്ഷിച്ചപ്പം അവിടെ ദുർവാസാവ് മഹർഷി കുടിച്ചുകൊണ്ടിരുന്ന വയറ് നിറഞ്ഞ ശിഷ്യന്മാർക്കും ഗോവിന്ദ എന്ന് വിളിച്ച പാഞ്ചാലി എപ്പോഴും ഭഗവാനെ ഗോവിന്ദ എന്നാണ് വിളിക്കുന്നത്. പെട്ടെന്നാണ് ഭഗവാന്റെ അനുഗ്രഹം പാഞ്ചാലി ആർക്കും ഉണ്ടാകുന്നത്. അതുപോലെ ഈ വെങ്കടാചലപതി ആണേലും ആ ക്ഷേത്രത്തിൽ പോകുന്നവരും ഗോവിന്ദ എന്നാണ് വിളിക്കുന്നത്. ഭഗവാനെ ആര് ഗോവിന്ദ എന്ന് വിളിച്ചാലും അവരെ എല്ലാം സമ്പന്നരാക്കിയിട്ടുണ്ട്, അവരെ എല്ലാ കാര്യം നടത്തി കൊടുത്തിട്ടുണ്ട്. പക്ഷെ വിശ്വാസത്തോട് വിളിക്കണം, മനസ്സിൽ തട്ടി വിളിക്കണം, ഹൃദയത്തിൽ തട്ടി വിളിക്കണം എന്നുള്ളതാണ്. നമ്മൾ ആ ഒരു ഹൃദയത്തിൽ തട്ടി ചെയ്യുന്ന ഏതൊരു കാര്യത്തിനും പ്രത്യേക പ്രാധാന്യമുണ്ട് എന്നുള്ളതാണ്. അപ്പൊ നിങ്ങളെല്ലാം ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. പിന്നെ ഈ നമുക്ക് ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകുമ്പോൾ, ഭഗവാൻ കൃഷ്ണന്റെ അനുഗ്രഹം ഉണ്ടാകുമ്പോൾ നമ്മുടെ ചിന്തകൾ മാറും. നമ്മൾ ഇപ്പോഴും പലപ്പോഴും ധരിച്ചു വെച്ചിരിക്കുന്ന ദിവസവും നമ്മൾ ജോലി ചെയ്യുന്നു, നമുക്ക് മാസത്തിൽ ശമ്പളം കിട്ടുന്നു, നമുക്ക് പലതിനും തികയുന്നില്ല. പക്ഷെ ദൈവാനുഗ്രഹം ഉണ്ടാകുമ്പോൾ നമ്മുടെ ചിന്തകൾ മാറും. ദിവസവും പണം കിട്ടുന്നവരാണ് സമ്പന്നനാകുന്നത്, മാസത്തിൽ പണം കിട്ടുന്നവരല്ല. ഇപ്പൊ മാസത്തിൽ നമ്മൾ ശമ്പളം കിട്ടുന്നു, അത് നമുക്ക് അതിന് ആനുപാതികമായി അപ്പോഴേ ചെലവ് വന്നിരിക്കും, അല്ലെ ചെലവ് കണക്കാക്കിയായിരിക്കും നമ്മൾ മുന്നോട്ട് പോകുന്നത്. പക്ഷെ ദിവസവും നമ്മൾ ജോലി കൂടാതെ ഒരു എക്സ്ട്രാ നമ്മൾ ഏതെങ്കിലും ഒരു ജോലിയും കൂടെ ചെയ്ത് അല്ലെ എക്സ്ട്രാ വരുമാനം ഉണ്ടാക്കിയാൽ അത് നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റം വരുത്തും. നമുക്ക് ദിവസവും പണം കിട്ടുന്ന ഏതെങ്കിലും ഒരു എക്സ്ട്രാ വരുമാനം കൂടെ നമ്മൾ കണ്ടെത്തിയാൽ അപ്പൊ നമുക്ക് നമ്മുടെ സാമ്പത്തികത്തിൽ വലിയ മാറ്റം വരും. അപ്പൊ ദിവസവും പണം കയ്യിൽ വരുന്നവനാണ് സമ്പന്നനാകുന്നത്, സാമ്പത്തിക സ്വാതന്ത്ര്യം അനുഭവിക്കുന്നത്. സമ്പന്നനാകുന്ന ചില കാര്യങ്ങളുണ്ട്. ഒന്നുകിൽ സമയത്തെ ഇപ്പൊ പിന്നെ രേഖീയമായ രീതിയിൽ ജോലി ചെയ്യുന്നവർ എന്ന് വെച്ചാൽ സമയത്തിനെ അടിസ്ഥാനപ്പെടുത്തി ജോലി ചെയ്യുന്നവർക്ക് നിശ്ചിത തുകയെ സമ്പാദിക്കാൻ പറ്റത്തുള്ളൂ. പക്ഷെ അതല്ലാതെ നമ്മൾ സമയത്തെ ലിവറേജ് ചെയ്താൽ, സമയത്തെ നമ്മൾ 10 മടങ്ങാക്കിയാൽ നമ്മുടെ വരുമാനവും വർദ്ധിക്കും. അതായത് നിങ്ങൾക്കൊരു ജോലിയുണ്ട്, അപ്പൊ ആ ജോലിയുടെ സമയത്തിനനുസരിച്ചാണ് നിങ്ങൾക്ക് പണം കിട്ടുന്നത് മാസാവസാനം. അത് നിങ്ങൾക്ക് അതിനനുസരിച്ച് ചെലവും കാണും, ഓൾറെഡി ചെലവും കാണും, പ്രത്യേകിച്ച് മിച്ചം കാണാൻ സാധ്യതയില്ല. പക്ഷേ നിങ്ങൾക്ക് ഈ ജോലിയുടെ കൂട്ടത്തിൽ ഒരു എക്സ്ട്രാ വരുമാനം ഉണ്ടെന്ന് വിചാരിച്ചു, നിങ്ങൾക്ക് ഏതെങ്കിലും കഴിവുകളുണ്ട്, നിങ്ങൾ അത് ഉപയോഗിച്ചു നിങ്ങൾ പണം ഉണ്ടാക്കുന്നു, എക്സ്ട്രാ വരുമാനം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ നിങ്ങളുടെ സാമ്പത്തികത്തിൽ വലിയ മാറ്റം വരുമെന്നുള്ളതാണ്. കാരണം നിങ്ങളുടെ സമയത്തെ നിങ്ങൾ 10 മടങ്ങാക്കുകയാണ്. നിങ്ങൾക്കൊരു ജോലി ചെയ്യുന്നതോടൊപ്പം നിങ്ങൾ സൈഡായിട്ട് ഇപ്പോൾ യൂട്യൂബിൽ വീഡിയോകൾ ഇടുന്നവരുണ്ട്, അല്ലെങ്കിൽ സൈഡായിട്ട് ചിലപ്പം നിങ്ങൾ ഒരു സ്ഥാപനം നടത്തുന്നു, അല്ലെ വേറെ അവിടെ ആളുകളെ ഏൽപ്പിക്കുന്നു, അല്ലെ നിങ്ങളുടെ ഏതെങ്കിലും കഴിവ് സൈഡായിട്ട് ഉപയോഗപ്പെടുത്തുന്നു. ഇങ്ങനെയൊക്കെ സൈഡായിട്ട് ഏതെങ്കിലും വർക്കുകൾ ചെയ്യാൻ പറ്റുന്നവരെ എന്ന് വെച്ചാൽ ചെയ്യാൻ പറ്റുന്നവർ മതി, അല്ലാത്തവർ വേണ്ട. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്കുള്ള സമയത്തെ നിങ്ങൾ 10 മടങ്ങാക്കുകയാണ് വേറൊരു രീതിയിൽ. അപ്പൊ സമയത്തെ 10 മടങ്ങാക്കുമ്പോൾ അത് പണത്തിൽ വലിയ വർധന ഉണ്ടാവും. അതായത് ഒരേ സമയം നിങ്ങൾ മറ്റൊരു കാര്യം കൂടെ ചെയ്യുകയാണെങ്കിൽ, ചിലരിപ്പോൾ പുസ്തകങ്ങൾ എഴുതുന്നവരുണ്ട്, അവർ ജോലി ചെയ്യുന്നു, അതോടൊപ്പം അവർ ഫ്രീ ആയിട്ടിരിക്കും പുസ്തകങ്ങൾ എഴുതുന്നു. അപ്പോൾ അവർക്ക് ആ ജോലി ചെയ്യുന്നതോടൊപ്പം അവരുടെ ഫ്രീ ആയിട്ടുള്ള ഇടപാടുകളിലൊക്കെ ചെറുതായിട്ട് എഴുതി വെച്ച് അങ്ങനെ പുസ്തകം പബ്ലിഷ് ചെയ്യുന്നവരുണ്ട്. അപ്പോൾ അത് അവർക്ക് ഒരു എക്സ്ട്രാ ഇൻകം കിട്ടുന്നു. അപ്പോൾ അവരുടെ ആ മൊത്തമുള്ള സമയത്തെ അവർ കുറച്ചുകൂടി 10 മടങ്ങ് വർദ്ധിപ്പിക്കുന്നു. ആ സമയത്തെ ലിവറേജ് ചെയ്യുകയാണ്. അപ്പോഴേ എക്സ്ട്രാ വരുമാനം കിട്ടുന്നു. അപ്പൊ ഈ ഭഗവാൻ കൃഷ്ണന്റെ അല്ലെ വെങ്കടാചലപതിയുടെ അയ്യപ്പസ്വാമിയുടെ വരുമാനം ഒക്കെ അനുഗ്രഹം ഉണ്ടാകുന്നവർ പലരും സ്വന്തം നിലയിൽ എന്തെങ്കിലും ചെയ്ത് പണം ഉണ്ടാക്കാനുള്ള ഒരു കഴിവൂടെ കിട്ടുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. ഒരു ജോലിയെന്നുപരി ജോലി ചെയ്യരുതെന്നല്ല പറഞ്ഞത്, പക്ഷെ സ്വന്തം നിലയിൽ എന്തെങ്കിലും നമ്മുടെ ഒരു കഴിവ് പ്രയോജനപ്പെടുത്തുമ്പോഴാണ് ശരിക്കും നമുക്ക് നമ്മുടെ കഴിവിനനുസരിച്ചുള്ള വരുമാനം വരുന്നത്. ഏണിങ്സ് നമ്മുടെ കഴിവിനനുസരിച്ചുള്ള ഏണിങ്സ് വരുന്നത് നമ്മളുടെ കഴിവ് നമുക്ക് വേണ്ടി വിനിയോഗിക്കുമ്പോഴാണ്. ഒരു വലിയ മരത്തിന്റെ ചോട്ടിൽ നിൽക്കുന്ന ഒരു കൊച്ചു തയ്യെ ഒരിക്കലും ആ വലിയ മരത്തെക്കാട്ടിയും വളർച്ച ഉണ്ടാകത്തില്ല. അത് മാറി അവിടുന്ന് പറിച്ചു മാറി തൊടുമ്പോൾ ഈ വലിയ മരത്തെക്കാട്ടിയും വലുതാകും. സ്വന്തമായി
നിലനിൽക്കാനും സ്വന്തമായി വരുമാനം ഉണ്ടാക്കാനും പഠിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതം മാറുന്നത്. അത് അയ്യപ്പസ്വാമിയെ, വെങ്കടാചലപതിയെ, ഭഗവാൻ കൃഷ്ണനെ ഇവരെയൊക്കെ വിളിക്കുന്നവർക്ക് അങ്ങനെ സ്വന്തം നിലയിൽ ചില കാര്യങ്ങൾ ചെയ്യാനുള്ള കഴിവുകൾ ഉണ്ടാകുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. എല്ലാവർക്കും ഈശ്വരൻ ഓരോ കഴിവ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ സമയത്തെ നമ്മൾ 10 മടങ്ങാക്കാൻ വേണ്ടി പഠിക്കണം. നമ്മുടെ ഇപ്പോഴുള്ള സമയത്ത് ആ സമയത്ത് ഇരുന്നുകൊണ്ട് തന്നെ നമ്മൾ ഇടവേളകളിലോ ഫ്രീ ആയിട്ടിരിക്കുമ്പോഴോ നമ്മുടെ വരുമാനത്തിന് വേണ്ടിയുള്ള മറ്റു ചില കാര്യങ്ങളിലൂടെ ചെയ്യാൻ പറ്റുന്ന പോലെ ചെയ്യുകയാണെങ്കിൽ ഇപ്പോഴുള്ള സമയത്ത് നമുക്ക് കൂടുതൽ പ്രയോജനപ്പെടുത്താൻ പറ്റും. സമയത്തെ നമുക്ക് ഒന്നിലധികം രീതിയിൽ നമുക്ക് അതിന്റെ പ്രയോജനം കിട്ടും. ഇപ്പൊ ഒരാൾ ഒരു ചായക്കട നടത്തുന്നു. ഒരു വ്യക്തി ആ കട നടത്തുന്നതും ആ കടയിൽ 3-4 ജോലിക്കാരുണ്ടാകുമ്പോഴും ആ വരുമാനത്തിന് വ്യത്യാസമുണ്ട്. കാരണം 3-4 ജോലിക്കാരുടെ ആ സമയം കൂടെ നമ്മൾ പ്രയോജനപ്പെടുത്തുക. അപ്പൊ നമ്മളെ ആ ഒരു സമയം തന്നെ പല വ്യക്തിയുടെ സമയം കൂടെ നമ്മൾ പ്രയോജനപ്പെടുത്തുക. അപ്പൊ സമയത്തെ നമ്മൾ 10 മടങ്ങാക്കുകയാണ്. അപ്പോൾ ആ വരുമാനം അതനുസരിച്ച് വർദ്ധിക്കും. ഒരാൾ ചെയ്യുന്നതിനെക്കാട്ടിലും മറ്റുള്ളവരെ കൂടെ ജോലിക്ക് വെച്ച് ഒരു പ്രസ്ഥാനം ചെയ്യുമ്പോൾ നമ്മൾക്ക് മറ്റുള്ളവരുടെ സമയം കൂടെ നമ്മൾ എടുക്കുകയാണ്. അപ്പൊ നമ്മുടെ സമയം 10 മടങ്ങാക്കുകയാണ്. അപ്പോഴേ വരുമാനം വർദ്ധിക്കും. അതാണ് സ്വന്തമായി ബിസിനസ് ചെയ്യുന്ന, അല്ലെ ചെറിയ തട്ടുകട ആയിക്കോട്ടെ, ചെറിയൊരു റെസ്റ്റോറൻ്റ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു തയ്യക്കട ആയിക്കോട്ടെ, 3-4 പണിക്കാരെയൊക്കെ ഇരുത്തി അതിനുള്ള ഒരു വരുമാനം ഉണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ സമയവും കൂടെ നമ്മൾ ഉപയോഗിക്കുകയാണ്. അപ്പൊ സമയത്തെ നമ്മൾ ലിവറേജ് ചെയ്യുക, 10 മടങ്ങാക്കുകയാണ്. അപ്പോഴാണ് സമ്പത്ത് വർദ്ധിക്കുന്നത്. ഒരു വ്യക്തി ചെയ്യുന്നതിന് പരിമിതിയുണ്ട് സമയത്തിന്. അപ്പൊ സമയത്തെ 10 മടങ്ങാക്കാൻ പഠിക്കുന്നവരാണ് സമ്പന്നരാകുന്നത്. അല്ലാതെ നമ്മൾ ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇങ്ങനെ ചില കാര്യങ്ങളുണ്ട്. അപ്പൊ ഇതൊക്കെ ഇങ്ങനെയുള്ള ചില ബുദ്ധികൾ ഈ കൃഷ്ണ ഭഗവാന്റെയും അയ്യപ്പസ്വാമിയുടെയും വെങ്കടാചലപതിയുടെ അനുഗ്രഹം ഉണ്ടാകുന്നവർക്ക് ഉണ്ടാകുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഭഗവാന്റെ ഗുരുവായൂരപ്പന്റെ അനുഗ്രഹമുള്ള പലരും വലിയ ബിസിനസ്സുകാരുണ്ട്. അതുപോലെ തന്നെ വെങ്കടാചലപതിയുടെ അനുഗ്രഹമുള്ള എല്ലാം വലിയ ബിസിനസ്സുകാരും കോടീശ്വരന്മാരും ഉണ്ട്. അയ്യപ്പസ്വാമിയുടെ അവിടെ വരുന്നത് ഒരുപാട് ബിസിനസ്സുകാരുണ്ട്, പൈസ വളരെയധികം കൊടുക്കുന്നത്. ഇതൊക്കെ ഈ ദേവതകൾ കൊടുക്കുന്ന ചില ബുദ്ധിയാണ്, അനുഗ്രഹമാണ്. പറഞ്ഞ മനസ്സിലായില്ലേ? അപ്പൊ ഞാൻ എല്ലാവരും യേശുവിനെ അനുഗ്രഹിക്കട്ടെ. പിന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് നിർത്താം. നമ്മളുടെ എല്ലാ കുടുംബങ്ങളിലും നമുക്ക് വേണ്ട 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, നമ്മൾക്ക് സാമ്പത്തിക സുരക്ഷിതത്വം വേണം. അതിനെന്താ ചെയ്യേണ്ടതെന്നറിയോ? നമുക്ക് ഏറ്റവും കൂടുതൽ ഒരു കുടുംബം തകരുന്നത് ഒരു ആശുപത്രി കേസോട്ട് വന്നു, വലിയ തുകയായി, അങ്ങനെയാണ്. അപ്പൊ നമ്മൾ മെഡിക്ലെയിം, അത് നിങ്ങൾ ആലോചിച്ച് നിങ്ങൾക്ക് പറ്റുന്നവരോട് എടുക്കുക എന്നുള്ളത് നല്ല രീതിയിലുള്ള, അത് നിങ്ങളുടെ ഇഷ്ടമാണ്. ഞാൻ എടുക്കാതിരിക്കുക, ഞാൻ ചെയ്യുന്നുണ്ട് മെഡിക്ലെയിം. എൻ്റെ അനുഭവം പറയുന്നത്, മെഡിക്ലെയിം എടുക്കുന്നതല്ല, ഒരു വർഷത്തേക്ക് ഫാമിലി ആയിട്ടങ്ങ് എടുക്കണം. എന്തെങ്കിലും ഒരു ആശുപത്രി പ്രശ്നം വന്നു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ പൈസ മുടക്കണം, പിന്നെ നമ്മളത് ബില്ലെല്ലാം സബ്മിറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് പൈസ കിട്ടും. മെഡിക്ലെയിം എടുക്കണം. എല്ലാ കുടുംബവും ചെയ്യേണ്ട കാര്യമാണ്. നിങ്ങൾക്ക് ആവശ്യമുണ്ട് ചെയ്താൽ മതി, ഞാൻ പറയുന്നുള്ളൂ. കൂടുതലും ഈ വീട് സ്ഥലം എല്ലാം വിൽക്കുന്നത് ഒരു ആശുപത്രി കേസ് കൊണ്ട് വന്നു, ഒരു ഓപ്പറേഷൻ വന്നു, പൈസ ഇല്ല, അങ്ങനെ ആകരുത്. 2, പല വീടുകളും സ്ഥലങ്ങളും പലരും വിൽക്കുന്നതിൻ്റെ ഒരു കാര്യം, ഒരു കല്യാണ കേസ് കൊണ്ട് വന്നു, അല്ലെ മക്കളെ ഒരു നല്ല രീതിയിൽ പഠിപ്പിക്കണം, കാശില്ല, കടം മേടിക്കും. ഇനി അങ്ങനെ ആകരുത്. അതിനുവേണ്ടി ഞാനൊരു കാര്യം പറഞ്ഞുതരാം. എന്താണെന്നറിയോ? നമ്മൾ ഈ മ്യൂച്വൽ ഫണ്ടുണ്ട്, നല്ല മ്യൂച്വൽ ഫണ്ടുകളുണ്ട്. അതിൽ SIP ആയിട്ട് മാസം ഒരു 1000 2000 എത്രയാണെന്ന് വെച്ചാൽ പറ്റുന്ന പോലെ ഒരു മാസം വന്ന് ഓർക്കണം. 1000 2000 അത് ദിവസം ഒരു 30 രൂപ മാറ്റി വെച്ചാലും മതി. മനസ്സിലായില്ലേ? അപ്പം ഒരു 1000 2000 1000 ആണെങ്കിൽ 60 രൂപ 70 രൂപ ദിവസം മാറ്റണം. ഇന്ന് ആരെ കൊണ്ട് സാധിക്കുന്ന കാര്യമാണ്. മാസം ഒരു 1000 2000 നിങ്ങളെ കൊണ്ട് പറ്റുന്ന പോലെ SIP ആയിട്ട് ചേരാവുള്ളൂ. നല്ല മ്യൂച്വൽ ഫണ്ടുകളിൽ ചേരുക. ഒരു കുട്ടി ജനിക്കുമ്പോൾ തന്നെ നിങ്ങളത് ചെയ്യുക. മനസ്സിലായില്ലേ? ഒരു കുട്ടിക്ക് ഒരു 10 15 അല്ല 18 വർഷമാകുമ്പോൾ നല്ലൊരു തുകയായിട്ട് അത് കിട്ടുമെന്നുള്ളതാണ്. കാരണം 5 വർഷത്തിന് ശേഷം നല്ല ഡെവലപ്മെന്റ് ഉണ്ടാവും. ഇത് റിസ്ക്കും വരാം, ചിലപ്പം താന്നും പോകാം. പക്ഷെ ലോങ് ടൈം ആയിട്ട് കൂടുതലും ഒരു നല്ല വളർച്ചയ്ക്കാണ് സാധ്യത. അപ്പൊ ഇത് റിസ്ക് കൂടെ മനസ്സിലാക്കി ചെയ്യണം. പക്ഷെ അത് കൂടുതലും ലോങ് ടൈം ആയിട്ട് കൂടുതലും ഫലം ഉണ്ടാകാനാണ് സാധ്യത. കാരണം ആവറേജിങ് എന്ന് പറഞ്ഞൊരു സംഭവം അവിടെ നടക്കുന്നുണ്ട്. ഈ പിന്നെ ഷെയറിന്റെ വില കുറയുമ്പോൾ നമുക്ക് അത് ഷെയർ എടുക്കുമ്പോഴും ഷെയറിന്റെ വില കൂടുമ്പോഴും ഈ കുറയുമ്പോൾ എടുക്കുന്ന ഷെയറും ഒരു ആവറേജിങ് അവിടെ നടക്കുന്നുണ്ട്. അതുകൊണ്ട് ലോങ് ടൈമിലേക്ക് പലപ്പോഴും ലാഭം ആകാനാണ് സാധ്യത. ചിലപ്പം റിസ്ക് എല്ലാത്തിനകത്തുണ്ട്, അതുകൊണ്ട് മനസ്സിലാക്കുക. പിന്നെ ആ റിസ്ക് സഹിക്കാൻ നമ്മൾ തയ്യാറായിട്ടേ ചെയ്യാവുള്ളൂ. കാരണം മിക്കവാറും ലാഭം ഉണ്ടാകത്തുള്ളൂ. ഇനി നഷ്ടമാണെങ്കിലും നമ്മളതിനെ സഹിക്കുക. ഏതൊരു വലിയ കാര്യം ചെയ്യുമ്പോഴും അത് റിസ്ക് ഉണ്ട്, അതുകൂടെ മനസ്സിലാക്കി ചെയ്യണം. എന്നിട്ട് ഇത് ഒരു ഒരു ലോങ് ടൈമിലേക്ക്
ഒരു 15 കൊല്ലം 18 കൊല്ലം ആകുമ്പോൾ നല്ലൊരു തുകയാവും. കുട്ടിയെ പഠിപ്പിക്കാനോ കല്യാണത്തിനോ ഏത് കാര്യത്തിന് വേണമെങ്കിലും എടുക്കാം. അല്ലാതെ വീട് സ്ഥലം വിൽക്കുകയോ അല്ല ചെയ്യേണ്ടത്. മാസം ഒരു 1000 രൂപ എന്ന് പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ച് ഇപ്പം ജോലിക്ക് പോകുന്ന ആരെ സംബന്ധിച്ചുള്ള അതൊരു വലിയ കാര്യമല്ല. അല്ലെങ്കിൽ 2000 രൂപ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള ചില കാര്യങ്ങളുണ്ട്. ഇത് ഞാൻ പറഞ്ഞുകൊണ്ട് നിങ്ങൾ ചെയ്യണമെന്ന് ഞാൻ പറയത്തില്ല. നിങ്ങൾ അതിനെക്കുറിച്ച് പഠിക്കുക. നിങ്ങൾക്ക് ശരിയെന്ന് തോന്നുന്നെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ചെയ്യുക, അല്ലെ ചെയ്യണ്ട, അത്രയേ ഉള്ളൂ. ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇതൊക്കെയാണ് ഈ ചെയ്യേണ്ടത്. അല്ലാതെ ഒരു സുപ്രഭാതത്തിൽ ഒരു കല്യാണം നടന്നു, വീട് വിറ്റ് പെരുവഴിയിലായി, അല്ലെങ്കിൽ ഒരു ഓപ്പറേഷൻ വന്നു, വീട് വിറ്റ് പെരുവഴിയിലായി, ആ കാലമൊക്കെ പോയി. ഇപ്പൊ ആളുകൾ ചിന്തിക്കുന്ന മനുഷ്യനാണ്. നമ്മൾ മുന്നിൽ ഒരുപാട് മാർഗങ്ങളുണ്ട്. എന്ന് വെച്ചാൽ ആരെങ്കിലും ഫ്രോഡുകളുടെ അടുത്ത് പോയി എന്നെങ്കിലും പിന്നെ മനസ്സിലാക്കി ചെയ്യണമെന്നല്ല. നിങ്ങൾ ഇതിനെക്കുറിച്ച് ശരിയായ സ്ഥലത്ത് ഇതിനെക്കുറിച്ചൊക്കെ അന്വേഷിച്ച് ഇന്നിപ്പം പല പല ഇത് നല്ല നല്ല സ്ഥാപനങ്ങളുണ്ട്. അവിടെയൊക്കെ അന്വേഷിച്ച് നിങ്ങൾക്ക് പറ്റുന്ന, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ ചെയ്യുക. എല്ലാത്തിനകത്ത് റിസ്ക് ഉണ്ട്, അതുകൂടെ മനസ്സിലാക്കണം. റിസ്ക് സർവൈവ് ചെയ്യാൻ തയ്യാറാകണം, എങ്കിലേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. നിങ്ങളുടെ താല്പര്യമാണ്. ചെയ്യണമെന്ന് ചെയ്യേണ്ടതെന്ന് ഞാൻ പറയത്തില്ല. ഞാൻ ചെയ്യുന്നുണ്ട്, എൻ്റെ അനുഭവം പറഞ്ഞു. നിങ്ങൾക്ക് ആവശ്യമുണ്ട് ചെയ്യുക, അല്ലെ ചെയ്യാതിരിക്കാം. ഇങ്ങനെയൊക്കെ ചില കാര്യങ്ങളുണ്ട്. എല്ലാവരും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഓം കൃഷ്ണായ നമഃ. ശിവോഹം. ശിവ ശിവ.